ഗുഡ് മോർണിംഗ് മാതാശ്രീ. എങ്ങോട്ടാണ് എന്താണ്? ഇന്നത്തെ കെട്ടിയിരുന്നത്? ഡ്രസ്സൊക്കെ Shake hand മാറ്റിയിട്ടുണ്ടല്ലോ. ഷേക്ക് ഹാൻഡ് ഷേക്ക് ഹാൻഡ് തുടങ്ങി ഷെയ്ക്കാൻ. ഷേക്ക് ഹാൻഡ് കട്ട് ഓ അതല്ലേ ഷേക്ക് ഹാൻഡ് കട്ട് എന്നാ വിളിച്ചോ. ഓക്കെ തള്ളിയിട്ട് വേണം ഹൈ ഫൈ ഓ എന്നാ ഓക്കെ വിളിച്ചോ. ഓക്കെ നല്ല കുട്ടിട്ടോ നീ പോയിക്കോട്ടെ. നല്ല കുട്ടിട്ടോ എന്താ വീണ് എന്താ വീണ് താഴെ ആവോ അതെന്നെ ഞാനൊന്ന് എന്തേലാവട്ടെ എന്താ വീണ്. ഇതെൻ്റെ ലീഷാണോ നീ കൊണ്ടേക്കോ അന്നെ കെട്ടാള തന്നെയല്ലേ ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഒന്ന് വാങ്ങും. വാ വാ എടുക്ക് എടുക്ക് എടുക്കാൻ ധൈര്യം ഉണ്ടോ? എടുക്ക് ഉള്ളിക്കയറ് ഞാൻ വേണ്ട. ഓനിപ്പോ തന്നില് മരുന്ന് എത്തിക്കാനോ വെക്കാം. എങ്ങോട്ടെങ്കിലും പോവാ ചെന്ന് പോയിക്കൂടെ, വെറുതെ ബാക്കിയുള്ളവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട്. മരുന്നെത്തിക്കണ്ടേ വേണ്ടമ്മേ, ഇത് കണ്ണില് നീറും വായൊക്കെ കറ്റി വെക്കുവാനുണ്ടേ. അവർക്കൊക്കെ അത് കാറ്റി കൊടുക്കും. ഇത് ഇന്നലെ ഒരു ഫൈറ്റ് നടന്നതാണ്. ഇന്നലെ ഞങ്ങളുടെ മതിലിൻ്റെ വന്ന് ചാടിയിട്ടോ. അപ്പം അതിനെ കടിച്ച് കൊല്ലാറാക്കിയ പോലെ ആക്കിയിട്ടാണ് വിട്ടിറക്കണത്. അപ്പോൾ നമ്മളുടെ വളപ്പിലേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഇവള് തിന്നതിൻ്റെ ബാക്കി വേസ്റ്റ് നമ്മൾ തെങ്ങിൻ്റെ ചുട്ടിൽ കൊണ്ടുപോകും. അത് അത്രയ്ക്കും ശോഷിച്ച് കിടക്കണ പട്ടിയെ പോലെ തിന്നാൻ വരുന്നുണ്ടാവും. അതിന് മതിൽ ചാടി വരാൻ തന്നെ വയ്യാത്ത തരത്തിലുള്ളതാണ്. അതിനെയാണ് പോയിട്ട് കടിച്ച് ലെവലാക്കി ഇറക്കണം. അപ്പോൾ ഇരിക്കവിടെ. അപ്പം അത് എന്താണ്, അതിങ്ങനെ ചാടി കയറാൻ അതിന് തിരിച്ച് വയ്യ അവള് കടിച്ചിട്ട്. അപ്പം നമുക്കാണെങ്കിൽ പോയിട്ട് ഈ കടി കൂടുന്നതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ നമുക്ക് കടി കൊള്ളുമല്ലോ. അപ്പോൾ പിടിക്കാനൊന്നും പോയില്ല. നമ്മൾ കുറേ വിളിച്ചു വന്നില്ല. അപ്പം ഈ പട്ടി ചാടി കയറുമ്പോൾ അതിൻ്റെ വാൽവ പിടിച്ച് കടിച്ച് വിരിക്കും. അപ്പം അത് വീണ്ടും വിട്ടാണ്. എന്നിട്ട് വീണ്ടും അത് കയറും. അങ്ങനെ ഇത് കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് മതിന് ചാടിപ്പോയത്. ഇനി അത് വരും തോന്നുന്നില്ല ഈ വരിക്ക്. അങ്ങനെ ആക്കിയെടുക്കുന്നത് അതിന്. അപ്പോൾ എന്താണ്, ഇവള് ഭയങ്കര സാധനമാണ്. റോട്ടിൽ കൂടെ ഒന്നും ഒരു പട്ടിക്ക് പോകാൻ പറ്റില്ല. എന്തായാലും ഇപ്പൊ ഇന്നലെ ഇങ്ങനെ ഒരു മുറി ആയിട്ടുണ്ട്. പേടി. ഇനി എന്തായാലും ഒന്ന് വാക്സിൻ എടുക്കാൻ സമയമായിരുന്നു. അപ്പൊ വാക്സിൻ എടുക്കാൻ പോവുകയാണ്. എന്താവും എനിക്കറിയില്ല. എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്നത്. ഒന്നില്ലേ പിള്ളേരുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇന്നലെ ഡോക്ടറെ വിളിക്കുക ചെയ്ത്. ഇന്നിപ്പോൾ ആ ഡോക്ടറെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓട്ടോയിലാണ് പോണത്. ഓട്ടോയിൽ കയറുകയൊക്കെ ചെയ്യും. പക്ഷെ അവിടെ പോയിട്ട് വല്ല നായ്ക്കളെയും കണ്ടുപിടിച്ച് അപകടം വെക്കുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ കാണുന്ന മുഖമൊന്നുമല്ല, ഈ ഇങ്ങനത്തെ ഒരു പാവമല്ല. അല്ല ജൂഹി, നോക്കട്ടെ മുഖം നോക്കട്ടെ. മുഖം കാണിച്ചില്ല, ഭയങ്കര സീരിയസ് ആണ്. പോവാണോ? ബാ. സ്വത്തുമണിയാണ് കേട്ടോ. സ്വത്തുമണി നോക്കട്ടെ. കണ്ണില് ആ പഴുപ്പ് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പം അതിനുള്ള മരുന്നാണ് ഞാൻ എത്തിച്ചത് കേട്ടോ. അപ്പം എന്തായാലും പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കാനുള്ള സമയമായി. അപ്പോൾ എനിക്ക് ചെറിയ ഇതൊന്നും കിട്ടിയില്ല. ഇപ്പോൾ ഇവിടെ ഉള്ളത് എടുത്തിട്ട് വലുതെടുത്തിട്ട് കെട്ടിക്കൊടുത്തതാണ്. ഇനി എന്തായാലും പോയി വന്നിട്ട് പറയാം. പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ബ്ലേനും കൊണ്ടല്ലേ പോകുന്നത്. അപ്പം എന്തായാലും പോയി നോക്കാം അല്ലേ. എങ്ങോട്ടാ പോണത്? ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അവള് എന്തോ വിഷമമുണ്ടോ? സൂചി വയ്ക്കാൻ പോണേന് സൈലീസിന്റെ ഗുണല്ലേ. ഇന്നലെ കടിയൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾ നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കുളിപ്പിക്കുകയൊക്കെ ചെയ്തു. ഇവിടെ ഇരിക്കവിടെ. പറഞ്ഞാലൊക്കെ കേൾക്കും കേട്ടോ. അതൊക്കെ നല്ല കുട്ടിയാണ്. പക്ഷെ നായ്ക്കളെ കണ്ടുപിടിച്ചാൽ അങ്ങോട്ട് പോയാൽ വിളിച്ചാൽ ഇങ്ങോട്ട് വരില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതേപോലെ ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ ഒരാൾ വന്നു കഴിഞ്ഞെങ്കിൽ കുറച്ചിട്ട് അവരോട് ഒരു അക്ഷരം മിണ്ടാൻ പറ്റില്ല. നിങ്ങളൊക്കെ വല്ല പപ്പീസിനെയൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇന്ത്യൻ സ്പിക്സ് പോമറേനിയൻ വാങ്ങരുത്. എന്താ വെച്ചാൽ ഇവർ ഇവരുടെ ശബ്ദം നമ്മളെ ഈ ചെവി കൂടെ കുറച്ചപ്പുറത്ത് കൂടെ അത്രയും ശബ്ദമാണ്. പക്ഷെ ക്യൂട്ടാണ് കേട്ടോ. നമുക്ക് മുഖത്ത് നോക്കിയാൽ അങ്ങനെ ഒരു ഡേഞ്ചർ ഭാവമൊന്നും വരില്ല. നല്ല എപ്പോഴും നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള മുഖം. പക്ഷെ ഈ നായ്ക്കളേനെയും ആൾക്കാരൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുരയ്ക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് എന്തോ നല്ല ക്ഷീണമുണ്ട്. എന്തായാലും ഒന്ന് കൊണ്ടുപോയി കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഇനി പോയി വന്നിട്ട് കാണാം. അല്ലെങ്കിൽ പോയിട്ട് അത് ശരിയാണ്. അത് ക്ഷീണം എനിക്ക് പനിക്കുണ്ട്. പോകണം. മരുന്ന് ഇഞ്ചക്ഷൻ ചെയ്യണ്ട. നാളെ പോവാം. പോലെ ചിരിച്ചും പാടം
മുത്തു കടിച്ചു ചേമ കടിച്ചൊരു ഷോജു വെക്കാനാണെങ്കിലും വണ്ടിയിൽ പോകുമ്പോ നല്ല രസം കേട്ടാ. സത്യം പറയല്ലമ്മേ, ഇഞ്ചക്ഷൻ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനാകെ ഒരു 55 രൂപയാണ് വാങ്ങിച്ചത്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ഡോക്ടറിനെയൊക്കെ വിളിച്ച് ചെയ്യിക്കുകയാണെങ്കിൽ നമുക്ക് 500 രൂപയാണ് ഈ റാബിസിനെ മാത്രം ചെയ്യാൻ. മറ്റേ പ്രതിരോധ കുത്തിവയ്പ്പിന് വേറെ 500 ആകും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണതാണ്. ഗുഡ് ഗേളായിട്ട് ഇഞ്ചക്ഷൻ ചെയ്ത് അറിഞ്ഞാ? ഇരിക്കി ഇഞ്ചക്ഷൻ ചെയ്ത് അറിഞ്ഞാ? നോക്കട്ടെ, അറിഞ്ഞാ? വേനിച്ചാ? എവിടെ ചെയ്ത്? ഇവിടെ ചെയ്ത്? കാലയിൽ ഇവിടെ ചെയ്ത്? ഒരു പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഗുഡ് ഗേളായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വന്നത് വീട്ടിലെത്തിയിട്ടുള്ളൂ അല്ലേ ചുറ്റുമണി? അപ്പോൾ റാബിസിൻ്റെ ചെയ്തിട്ടുള്ളൂ. ഇനി മറ്റേത് ചെയ്യണമെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവരും റാബിസിൻ്റെ വാക്സിനൊക്കെ വർഷം ചെയ്യണം. ഇല്ലെങ്കിൽ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാണ് വാക്സിനേഷൻ കാർഡാണ്. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് മറ്റേ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം. ഇല്ലെങ്കിൽ പർവ വൈറസ് അങ്ങനത്തുള്ള ഇതൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇനി അതിന് പോകണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അല്ലേ ജൂഹി എന്താ പറയാനുള്ളത്? എന്താ ഒന്നും പറയാനില്ല. എന്നെപ്പോലുള്ള വികൃതികളൊക്കെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വർഷത്തിൽ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ ചിന്തിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് എനിക്കൊണ്ടുള്ള ദോഷം. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. വളരെ വിഷമത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കണ്ണമ്മ കണ്ടുപോയിട്ട് എനിക്കെന്താണെന്നറിയില്ല. വേറെ നായ്ക്കളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വർഗ്ഗമാണെങ്കിൽ പോലും എനിക്കൊരു ദേഷ്യം വരും. അപ്പോൾ പോലത്തെ അവനെ കടിച്ച് പറിച്ചിട്ടിങ്ങനെ എനിക്കൊരു സമാധാനമില്ല. ഒതുങ്ങിയിരിക്കും പറയട്ടെ. അങ്ങനെ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. എൻ്റെ മാന്തം കടിയൊക്കെ ചിലപ്പോൾ കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ ബൈ. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണും. അവനങ്ങാനും ധ്യാനം വന്നാൽ ഇനി ഞാൻ കടിക്കുകയാണ്. കൈവിടും.